നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തോറ്റു തുന്നമ്പാടിയ രാഹുലും കൂട്ടരും തങ്ങൾക്ക് പ്രസക്തിയുണ്ടെന്ന് തെളിയിക്കാൻ പൊടുന്നനെ ഒരു കർഷക സമരവുമായി ഇറങ്ങിയത്. പതിവ് പോലെ സ്വയം പ്രഖ്യാപിത കർഷക നേതാവ് രാകേഷ് ടിക്കായത്ത് കൂടെ ഉണ്ടാവുമെന്ന വാക്കും നൽകി. ഈ കർഷക സമരത്തെ തടയാൻ ഉറച്ചു യോഗി പോലീസും നിന്നു. ഭൂമി നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് തിങ്കളാഴ്ച ഡൽഹിയിലേക്ക് നടത്താനിരുന്ന മാർച്ചായിരുന്നു തടഞ്ഞത്. പിന്നാലെ ഭാരതീയ കിസാൻ യൂണിയൻ BKU നേതാവ് രാകേഷ് ടിക്കായത്ത് ആഗ്ര നോയിഡ യമുന എക്സ്പ്രസ് വേയിൽ നോയിഡയിലേക്ക് പോകുന്നതിൽ നിന്ന് ഉത്തർപ്രദേശ് പോലീസ് തന്നെ തടഞ്ഞുവെന്ന് ടിക്കായത്ത് അവകാശപ്പെട്ടു. പിന്നാലെ ബുധനാഴ്ച പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു. ഉത്തർപ്രദേശ് പോലീസ് തന്നെ തടഞ്ഞുവെന്ന് ടിക്കായത്ത് അവകാശപ്പെട്ടത്. ബുധനാഴ്ച പോലീസ് ഇയാളെ കസ്റ്റഡിയിലും എടുത്തിരുന്നു. കർഷക നേതാക്കളെ കാണാൻ ഗ്രേറ്റർ നോയിഡയിലേക്ക് പോകുമ്പോഴാണ് അലിഗഡ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. രാകേഷിനെ തപ്പാൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ രാകേഷ് ടിക്കായത്ത് ഉദ്യോഗസ്ഥരെ കബളിപ്പിച്ച് പോലീസ് സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷെ പോലീസ് പിന്നാലെ ഓടി. അതേസമയം രാകേഷ് ടിക്കായത്ത് ഒരു കാർ നിർത്തി അതിൽ കയറിപ്പോകാൻ ഒരുങ്ങുകയായിരുന്നു. എന്നാൽ പോലീസ് ഇയാളെ വീണ്ടും പിടികൂടി. രാകേഷ് പോലീസിന്റെ അടുത്തു നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഈ വീഡിയോ വൈറലാവുകയും ചെയ്തു. പിന്നാലെ സമരം ചെയ്യുന്ന ഐക്യ കിസാൻ മോർച്ച നേതാക്കൾക്കിടയിൽ ഭിന്നത ഉണ്ടെന്ന വാർത്തയാണ് പുറത്തു വന്നത്. ഈ പ്രസ്ഥാനത്തിൽ 10 സംഘടനകൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു. എന്നാൽ അതിന്റെ പ്രധാന ഘടകമായ ഭാരതീയ കിസാൻ യൂണിയനും ടിക്കായത്തും നിരവധി സംഘടനകളും ഈ പ്രതിഷേധത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെന്നാണ് വാർത്ത വന്നത്. കർഷകരുടെ പ്രതിഷേധവും പ്രശ്നങ്ങളും കണക്കിലെടുത്ത് ഉത്തർപ്രദേശ് സർക്കാർ 2 ദിവസം മുമ്പ് ഉന്നതതല 5-അംഗ സമിതിക്ക് രൂപം നൽകിയതായി ഭാരതീയ കിസാൻ യൂണിയൻ ദേശീയ നേതാവ് രാകേഷ് ടിക്കായത്ത് വ്യാഴാഴ്ച രാവിലെ പറഞ്ഞു. മറ്റ് സംഘടനകൾ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നും ടിക്കായത്ത് പറഞ്ഞു. മറ്റു ചില കർഷക സംഘടനകളും ഈ പ്രകടനത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതായി കർഷക സംഘടനാ വൃത്തങ്ങൾ അറിയിച്ചു. ടിക്കായത്ത് പറഞ്ഞതിങ്ങനെ: ഞങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ യോഗി ആദിത്യനാഥ് സർക്കാർ ഇതിനകം തന്നെ ഒരു ഉന്നതതല സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. ഡൽഹി മാർച്ച് ഒരു ഫലവും നൽകില്ല. പ്രതിഷേധിക്കുന്നതിനേക്കാൾ നമ്മുടെ പ്രശ്നങ്ങൾ അവരുമായി ചർച്ച ചെയ്യണം. ഇതോടെ രാകേഷ് ടിക്കായത്ത് UP പോലീസിന്റെ അടികൊണ്ടപ്പോൾ സ്വരം മാറ്റി എന്ന തരത്തിലുള്ള ട്രോളുകൾക്കും പ്രചാരണമേറി. UP പോലീസ് ഇന്നലെ അദ്ദേഹത്തിന് ബെൽറ്റിന് ചികിത്സ നൽകി. ഉടനടി ഫലിച്ചു എന്നാണ് ട്രോളുകളിൽ പ്രധാനമായും വരുന്നത്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.